അപ്പം എക്കണോമെട്രിക്സിന്റെ ആദ്യത്തെ യൂണിറ്റ് ഉണ്ട്, സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഈ ഒരു യൂണിറ്റ് തന്നെയാണ് ഫസ്റ്റ് യൂണിറ്റ് ആയ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് എന്ന യൂണിറ്റിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നേരത്തെ വരെ പാർട്ട് 1 വീഡിയോയിൽ കവർ ചെയ്തിരുന്നത് 1.3 വരെയുള്ള സെക്ഷൻസ് ആയിരുന്നു യൂണിറ്റിൻ്റെത്. ഇപ്പം 1.4ലേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ളത് ഡാറ്റ ജനറേഷൻ പ്രോസസ് എന്നുള്ളൊരു പോർഷനാണ്. അപ്പൊ ഡാറ്റ ജനറേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ റിസർച്ച് ചെയ്യുക, ഡാറ്റ സോഴ്സസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റ സോഴ്സിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ 2 രീതിയിലാണ് പൊതുവെ സ്റ്റഡീസ് ഫോളോ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് പ്രൈമറി ഡാറ്റ, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യും. പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ ആരാണോ റിസർച്ച് ചെയ്യുന്നത്, ഏത് ഏജൻസിയാണോ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, അവർ തന്നെ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അവരുടെ ആവശ്യത്തിന് അനുസൃതമായ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. അതേസമയം സെക്കൻഡറി വരുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സർവേ സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിനാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഡാറ്റ ജനറേഷൻ പ്രോസസ് എന്ന് പറയുന്ന പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സെക്കൻഡ് കണ്ടീഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നതാണെങ്കിൽ ഉണ്ടാവുന്ന ഒരു കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നതാണ് ഈ ഒരു പോർഷൻ പറയുന്നത്. അപ്പൊ ഇവിടെ തന്നെ ആദ്യത്തെ പോയിന്റ് തന്നെ പറയുകയാണെങ്കിൽ, ഫ്രം അവർ സാമ്പിൾ സർവേ ഓഫ് ദ സെക്കൻഡറി സോഴ്സ് ഓർ ഫ്രം ദ സെക്കൻഡറി സോഴ്സ് ഓഫ് ദ ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഡ്യൂ ടു അവർ ഇഗ്നോറൻസ് ഓൺ ഡാറ്റ ജനറേഷൻ പ്രോസസ് സച്ച് ഡാറ്റ ക്യാൻ ബി സീൻ ആസ് എ joint probability distribution with certain probability distribution. അപ്പം ഇങ്ങനത്തെ സെക്കൻഡറി സോഴ്സസ് നിന്ന് ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് അവർ എങ്ങനെയാണ് ആ ഡാറ്റ പോയിന്റ്സ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ഇന്ന പോയിന്റ്സ് സാമ്പിൾ ആണ് നമുക്ക് ഡാറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് എന്ന് ആരാണ് യൂസ് ചെയ്യുന്നത്, സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യുന്ന ആ യൂസേഴ്സിന് അറിയുണ്ടാവില്ല. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് that person who is doing that econometric analysis will assume a joint probability distribution for the data. അപ്പോൾ 2 തരത്തിലാണ് അപ്രോച്ച് ഉള്ളത് എക്കണോമെട്രിക് മോഡലിങ്ങിന് വേണ്ടിയിട്ട്. അത് ആദ്യം ഒന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ പറയുകയാണെങ്കിൽ, ജനറൽ ടു സ്പെസിഫിക് ഉണ്ട് ആൻഡ് സെക്കൻഡ് സ്പെസിഫിക് ടു ജനറൽ ഉണ്ട്. ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ട് ഒരു വലിയ ഒരു സെനാരിയോ വെച്ചിട്ട് നമ്മൾ സ്റ്റഡി നടത്തിയിട്ട് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും വേരിയബിൾസ് ബിഹേവ് ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നതാണ് ജനറൽ ടു സ്പെസിഫിക് അനാലിസിസുകൾ നടത്തുക. അതേസമയം സ്പെസിഫിക് ടു ജനറൽ ആണെങ്കിൽ നമ്മൾ ചെറിയൊരു സാമ്പിൾ സൈസ്, ചെറിയൊരു സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു വേരിയബിൾസ് യൂസ് ചെയ്ത് കുറച്ച് ചെറിയ സാമ്പിൾ സൈസിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് വലിയ സെനാരിയോയിൽ എങ്ങനെയായിരിക്കും ബിഹേവിയർ വേരിയബിൾസിൻ്റെത് എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നതിനാണ് സ്പെസിഫിക് ടു ജനറൽ അപ്രോച്ച് എന്ന് പറയുക. അപ്പൊ ഈ സ്പെസിഫിക് ടു ജനറൽ അപ്രോച്ചിലാണ് പലപ്പോഴും നമ്മൾ ചെറിയ സാമ്പിൾ സൈസ് എടുത്തിട്ട് നാഷൻ വൈഡ് സ്റ്റഡീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് ഈ ഡാറ്റ ജനറേഷൻ പ്രോസസ്സിന് ഒരു പെർട്ടിക്കുലർ ഒരു ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്തിട്ട് നമ്മൾ എക്കണോമെട്രിക് മോഡലിംഗ് ചെയ്യേണ്ടത് പലപ്പോഴും ആവശ്യകത ഉണ്ടാവുന്നത്. But there are 4 steps in the process of building an econometric model. അപ്പൊ ഈ ഒരു അസംഷൻ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് എന്ന് മനസ്സിലാക്കാൻ 4 സ്റ്റെപ്പ് ഉണ്ടാവും. ആദ്യം we guess the data generation process. Second, we assume the associated probability theory. ആ ഒരു പ്രോസസ് അസ്യൂം ചെയ്തിട്ട് അതിനൊരു അസ്യൂം ചെയ്യും ഒരു probability theory. And we use that theory for empirical evidence. ആ ഒരു തിയറി വെച്ചിട്ട് മോഡലിംഗ് ഒരു സ്ട്രക്ചർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അത് വെച്ച് എംപിരിക്കൽ എവിഡൻസ് അതിൽ റൺ ചെയ്യും. അപ്പൊ എന്നിട്ട് വി റിവൈസ് ദ മോഡൽ ഇഫ് ദ റിസൾട്ട് ഡു നോട്ട് മാച്ച് അവർ ഡാറ്റ. അത് വെച്ചിട്ട് അതിന് കിട്ടുന്ന റിസൾട്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന റിയൽ വേൾഡ് ഡാറ്റയായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത് മാച്ച് ആവുന്നില്ലെങ്കിൽ ഓൾ പ്രോസസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഡാറ്റ ജനറേഷൻ പ്രോസസ്സ് വെച്ചിട്ട് എക്കണോമെട്രിക് മോഡലിംഗ് റൺ ആവുന്നത്. അപ്പൊ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എങ്ങനെയാണ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. ഇതിൽ എക്സാംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആൻഡ് കമ്മിങ് ടു നെക്സ്റ്റ് പോർഷൻ, ഇറ്റ്സ് 1.5 ഫങ്ഷണൽ ഫോംസ് ആണ് ഉള്ളത്. ഫങ്ഷണൽ ഫോംസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്കണോമെട്രിക് മോഡൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം, ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാവുമ്പം, അതായത് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുന്നതാണ് ഫങ്ഷണൽ ഫോംസ്. അത് പല രീതിയിൽ ഉണ്ടാവാം. അതിൽ ഒന്നാമതാണ് ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽ. അപ്പൊ ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഫോംസിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് 2 വേരിയബിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ ഈസ് ദ സിംപ്ലസ്റ്റ് ഫങ്ഷണൽ ഫോം ദാറ്റ് വി കൺസിഡർ. ഈ ക്ലാസിക്കൽ റിഗ്രഷൻ മോഡലിന്റെ ഒരു എക്സാമ്പിൾ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. yi equal to β0 plus β1 xi plus ui. അതായത് yi എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻഡ് വേരിയബിൾ ആണ്,
എക്സ് എന്ന് പറയുന്നത് എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആണ് ആൻഡ് യു എന്ന് പറയുന്നത് എറർ വേരിയബിൾ ആണ്. അപ്പൊ ഈ വൈയും എക്സും തമ്മിലുള്ള റിലേഷനാണ് ഈ ഒരു ഇക്വേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. β0യും β1 ഇവിടെ പാരാമീറ്റേഴ്സ് ആണ്. ആൻഡ് ഇവിടെ നമുക്കറിയാം ഈ ഇക്വേഷൻ മൊത്തത്തിൽ ലീനിയർ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യും. എന്താണ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ, അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സും ഇതിന്റെ കണ്ടീഷൻസ് ഒക്കെ വരുന്ന യൂണിറ്റിൽ കവർ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ലീനിയർ ആയതുകൊണ്ട് ഡയറക്റ്റ് OLS യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നേരത്തെ നമ്മൾ ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽ ലീനിയർ ആണെന്ന് പഠിച്ചു. ഇനി അടുത്തൊരു സബ്സെക്ഷൻ ആണ് ഇൻട്രിൻസിക്കലി ലീനിയർ കേസസ് വരുമ്പോൾ, അതായത് മൊത്തത്തിൽ ലീനിയർ അല്ലാത്ത കേസസ് വരുന്ന ഫങ്ഷണൽ ഫോംസ് ആയിട്ടുള്ള കേസസിലും നമുക്ക് പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കേസാണ് ഇൻട്രിൻസിക്കലി ലീനിയർ. അങ്ങനെയുള്ള നോൺ ലീനിയർ ആയിരിക്കും അത്. പക്ഷേ ചില ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ലീനിയർ ആക്കിയിട്ട് പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇൻട്രിൻസിക്കലി ലീനിയർ കേസസ് പറയുന്നത്. അതായത് ആദ്യം അത് ലീനിയർ ആവില്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് അതിനെ ലീനിയർ ആക്കിയിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് സെമി ലോഗ് മോഡൽ. ഈ സെമി ലോഗ് മോഡലിലുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. yt equal to e raised to β0 plus β1 xt plus ui. അതായത് എക്സ്പോണൻഷ്യൽ ടേംസിലാണ് ഇവിടെ നമുക്ക് പാരാമീറ്റേഴ്സിന്റെ പോർഷൻ കിടക്കുന്നത്. ytയും എക്സും തമ്മിലുള്ള റിലേഷൻ ഒരു എക്സ്പോണൻഷ്യൽ റിലേഷൻ ആണ്. അപ്പൊ ഈ ഒരു എക്സ്പോണൻഷ്യൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ലോഗ് എടുക്കും. നാച്ചുറൽ ലോഗ് ഈ രണ്ട് LHSലും RHSലും ലോഗ് അപ്ലൈ ചെയ്യും. അപ്പോഴാണ് നാച്ചുറൽ ലോഗ് എടുക്കുക എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? yt എന്ന് പറയുന്നത് ln yt ആവും. ആൻഡ് എക്സ്പോണൻഷ്യൽ β0 പ്ലസ് β ഈ ഒരു ടേം ഉണ്ടല്ലോ, അത് എക്സ്പോണൻഷ്യലി ഇല്ലാണ്ടാവും ലോഗ് എടുക്കുമ്പോൾ. അങ്ങനെയാണ് ln yt ഈക്വൽ ടു β0 പ്ലസ് β1t പ്ലസ് ut എന്നുള്ളതിലാവും. അതായത് LHSല് ytയുടെ കൂടെ ലോഗരിതം ഉണ്ട്, അതേസമയം RHSല് ലോഗ് ഇല്ല. അതുകൊണ്ടാണ് സെമി ലോഗ് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ലീനിയർ ആണ്. Equation is linear in parameters and in variables. Thus, we can apply OLS method to estimate the parameters. അപ്പം സെമി ലോഗ് മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇവിടെ ഡിഫറൻഷിയേഷൻ എടുക്കുകയാണ്. നേരത്തെ രണ്ട് കേസ് ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ആദ്യം ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽ ഡിസ്കസ് ചെയ്തു, അതിനുശേഷം സെമി ലോഗ് മോഡൽ പറഞ്ഞു. ഇതിന് രണ്ടിനും നമ്മൾ ഡിഫറൻഷിയേഷൻ എടുക്കും. എന്തിനാണ് ഡിഫറൻഷിയേഷൻ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ലോപ്പ് പാരാമീറ്റർ, സ്ലോപ്പ് ഓഫ് ദ റിഗ്രഷൻ ഇക്വേഷൻ എങ്ങനെ എന്താണ് അതിന്റെ ഇക്വേഷൻ, അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഈ എക്സും വൈയും തമ്മിലുള്ള ആസ് എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വൈ എത്രമാത്രം ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നതാണല്ലോ ആ ഒരു സ്ലോപ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പം ക്ലാസിക്കൽ റിഗ്രഷൻ മോഡല് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഇക്വേഷൻ എന്ന് പറയുന്നത് yt ഈക്വൽ ടു β0 പ്ലസ് β1 xt പ്ലസ് ut ആയിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഈ ക്ലാസിക്കൽ ഇക്വേഷനെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ del yt d തന്നെ യൂസ് ചെയ്യാം, ബൈ dt യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അവിടെ എക്സ് വരികയാണെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ എക്സ് യൂസ് ചെയ്യണം. β1 xt ഉള്ളത് കൊണ്ട് ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ എക്സ് വെച്ച് ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കൊടുത്തിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ് വേണ്ട വരും. ആൻഡ് കാരണം ഈ ആദ്യം ഉപയോഗിച്ചിരുന്ന ഓക്കെ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ എക്സ് ആണ് യൂസ് ചെയ്യുന്നത്, അപ്പം എക്സ് യൂസ് ചെയ്യാം, ടിയുടെ ആവശ്യമില്ല. അപ്പം എന്താവും? എങ്ങനെയായാലും ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ ക്ലാസിക്കൽ റിഗ്രഷൻ മോഡലിൽ β1 ആണ് കിട്ടുക. അതായത് സ്ലോപ്പ് ഓഫ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഈസ് കോൺസ്റ്റന്റ് അവിടെ. ആൻഡ് എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ ജസ്റ്റ് മുന്നേ ചെയ്ത എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ എവിടെയാണ് നിർത്തിയത്? ഇത് ln yt ഈക്വൽ ടു β0 പ്ലസ് β1 t പ്ലസ് ut. ഇതിന് നേരത്തെ ചെയ്ത പോലെ ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് d ln yt ബൈ dt ഈക്വൽ ടു β1 കിട്ടും. അതിനെ ഒന്നുകൂടി ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലോഗിന്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് d ln x ബൈ എക്സ് എന്ന് പറയുന്ന ലോഗിന്റെ ഡിഫറൻഷിയേഷൻ 1 ബൈ എക്സ് വെച്ചിട്ട് ഇവിടെ y ആയിരിക്കും 1 ബൈ y dy ബൈ dx ആണ് ലോഗിന്റെ ഡിഫറൻഷിയേഷൻ വരിക. അതായത് ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം 1 ബൈ ആ ഒരു ടേം കൂടി ആഡ് ആവും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ. അപ്പം 1 ബൈ yt ഇൻറ്റു dy t ബൈ dt വരും ഈക്വൽ ടു b1 ആവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആദ്യം നമ്മൾ dy ബൈ dt മാത്രം എടുത്ത് എഴുതുകയാണെങ്കിൽ ഈക്വൽ ടു yt ഇൻറ്റു b1 ആവും.
അപ്പൊ അതാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ B1 എന്ന് പറയുന്ന സ്ലോപ്പ് പാരാമീറ്റർ റിപ്രസെന്റ് ചെയ്യുന്നത് എന്താ? 1 യൂണിറ്റ് ഇൻക്രീസ് ഇൻ T ലീഡ്സ് ടു എ B1 into 100% ഇൻക്രീസ് ഇൻ Y. ടിയും വൈയും തമ്മിൽ ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് YT into B1 ആണ്. അതിന്റെ അർത്ഥമാണ് 1 യൂണിറ്റ് ഇൻക്രീസ് ഇൻ T ലീഡ്സ് ടു എ β1 into 100% ചേഞ്ച് ഇൻ Y. സോ ദാറ്റ്സ് ഹൗ അങ്ങനെയാണ് ഈ ഒരു പാരാമീറ്റേഴ്സിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ലോപ്പ് ഓഫ് ദ റിഗ്രഷൻ ഇക്വേഷൻ ആണ് ചില സമയത്ത് പാരാമീറ്റേഴ്സ് ഇവിടെ β1 ക്ലാസിക്കൽ ലീനിയർ ഇക്വേഷനിൽ β1 റെപ്രസെന്റ് ചെയ്യുന്നത് ആ സ്ലോപ്പിനെയാണ്. പക്ഷെ അതേ സമയത്ത് എക്സ്പ്ലനേഷൻ ഇക്വേഷൻ വരുമ്പോൾ β1 റെപ്രസെന്റ് ചെയ്യുന്നത് അത് നേരെ സ്ലോപ്പിലേക്കല്ല, ബട്ട് ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. ആൻഡ് ലോഗ് ലീനിയർ മോഡലിലേക്ക് വരുമ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് ഇൻട്രിൻസിക്കൽ ലീനിയർ മോഡലാണ് ലോഗ് ലീനിയർ മോഡൽ. അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. y = β0 into x raised to β1. അപ്പൊ ഇതിന് നമുക്ക് ലോഗരിതം യൂസ് ചെയ്യുമ്പോൾ LHS എന്ന് പറയുന്നത് lny ആവും. ആൻഡ് RHSൽ β0 പ്ലസ് ഈ എക്സ്പോണൻഷ്യൽ ഈ കിടക്കുന്ന β1 നമുക്ക് ഇങ്ങനെ എഴുതാം. β1 ln x പ്ലസ് ui നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ui കൂടി വേണ്ടി വരും. ആൻഡ് ദിസ് മോഡൽ ഈസ് കോൾഡ് ലോഗ് ലീനിയർ മോഡൽ. ഇവിടെ ലോഗ് ലീനിയർ മോഡലാണ്, അല്ലെങ്കിൽ ഡബിൾ ലോഗ് മോഡൽ. ഇവിടെ ഡബിൾ ലോഗ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കും LHSലും RHSലും ലോഗ് എടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഡബിൾ ലോഗ് മോഡലാണ്. ഇൻട്രിൻസിക്കലി ലീനിയർ കേസ് ആണ്, കാരണം ആദ്യം ലീനിയർ അല്ലാത്തതിനെ ലോഗ് ട്രാൻസ്ഫോം ചെയ്ത് ലീനിയർ ആക്കിയിരിക്കുകയാണ്. ആൻഡ് ഇതിന്റെ ഡിഫറൻഷിയേഷൻ എടുത്ത് എന്ത് വരും? dlny by dln xi equal to β1 ആണല്ലോ. ln x കൊണ്ട് ഡിവൈഡ് ചെയ്യും. പക്ഷെ ഇതിന് ഈ ഒരു ടേമിനെ നമുക്ക് മനസ്സിലാക്കാൻ ഇന്റർപ്രറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനൊരു ചെറിയ മാനിപ്പുലേഷൻ വരുത്തും. എന്നിട്ടാണ് ഒരു ഇന്റർപ്രിട്ടേഷൻ നെക്സ്റ്റ് പേജിൽ പറയുന്നത്. അപ്പം ആ മാനിപ്പുലേഷൻ വരുത്തുന്നത് എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ അത് ഇവിടെ എഴുതാം. അതായത് എന്തായിരുന്നു? dln y by dln y by dln x ആണല്ലോ. അതാണ് നമുക്ക് മാറ്റി എഴുതാണെങ്കിൽ dln y by dy into dy by dx into dx by dln x. ഒരു ചെറിയ മാനിപ്പുലേഷൻ വരുത്തുന്നുള്ളൂ, കാരണം ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ സാധനം ആഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ ടേംസ് ആഡ് ചെയ്തു. അപ്പം LHSനും യാതൊരു മാറ്റവും ഇല്ല. ഈക്വൽ ടു β1 എഴുതി കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ടേം ആണ്. കാരണം ഇതിനെ നമുക്ക് മാറ്റിയിട്ട് ഇവിടെ എഴുതുകയാണെങ്കിൽ dln y by dy all divided by dln x divided by dx എന്നാണ്. ഈ ടേമിനെ നമുക്ക് മാറ്റി എഴുതാം ഈക്വൽ ടു b1. അതായത് ഈ ടേം ഇവിടെ β1 എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ടേം ആണ്. ഇവിടെ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. The slope parameter represent the elasticity between y and x. ഇവിടെ എന്താ ലോഗ് ലീനിയർ മോഡലിൽ β1 എന്ന് പറയുന്ന സ്ലോപ്പ് പാരാമീറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റി ബിറ്റ്വീൻ y and x ആണ്. This attractive feature of the log linear model has made it popular in applied work. അതുകൂടാതെ കുറച്ച് certain advantages കൂടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ the parameters are invariant to change of scale since the measures are percentage terms. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പെർസെൻറ്റേജ് ടേംസിലായതുകൊണ്ട് ചേഞ്ച് ഓഫ് സ്കെയിലിന് ഇൻവാരിയന്റ് ആണ്. ആൻഡ് ദ മോഡൽ ഗിവ്സ് ദ ഇലാസ്റ്റിസിറ്റി ഫിഗേഴ്സ് ഡയറക്ട്ലി. ദ മോഡൽ മോഡറേറ്റ്സ് ദ പ്രോബ്ലം ഓഫ് ഹെറ്ററോസ്റ്റെലാസിറ്റി ടു സം എക്സ്റ്റെന്റ്. എന്താണ് ഹെറ്ററോസ്റ്റെലാസിറ്റി എന്നുള്ളത് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദ്യം അതൊന്ന് ഓർത്ത് വയ്ക്കാത്രേ ഉള്ളൂ. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് പോർഷൻ 1.6 ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ പാക്കേജസ് ഫോർ എക്കണോമെട്രിക് അനാലിസിസ് ആണ്. സോഫ്റ്റ്വെയർ പാക്കേജസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഓപ്പൺ സോഴ്സ് ഉണ്ട്, ലൈസൻസ്ഡ് ഉണ്ട്. ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് R is a പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. Rന് പ്രത്യേകത എന്ന് പറയുന്നത് ഹൈലി ഫ്ലെക്സിബിൾ ആണ്, കസ്റ്റമൈസബിൾ ആണ്. പക്ഷെ അതിന് റിക്വയർ കുറച്ച് പ്രോഗ്രാമിംഗ് നോളജ് കൂടി ആവശ്യമാണ്. അത് കൂടാതെ ഉള്ള സോഫ്റ്റ്വെയർസ് ആണ് ഗ്രെറ്റിൽ, ഈസിറെക്, മെട്രിക്സ് അതുപോലെയുള്ളവ. ഇതും വേറെ ഫ്രീവെയർ ആൾട്ടർനേറ്റീവ്സ് ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ് ഫോർ ബേസിക് ഇന്റർമീഡിയറ്റ് ടാസ്ക്. പക്ഷെ അതേസമയം R എന്ന് പറയുന്നത് ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ട് അഡ്വാൻസ്ഡ് ടാസ്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അല്ലാതെ ലൈസൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് ആണ്, ലൈസൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് സ്റ്റാറ്റ, EViews, SPSS എന്നൊക്കെ പറയുന്നത്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ മൗസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് നമുക്ക് അധികം കോഡിങ് അറിയേണ്ടതില്ല. പക്ഷെ
മൗസ് ക്ലിക്കിലൂടെ ബേസിക് അനാലിസിസും പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാണ്ട് ചെയ്യുന്നതാണ്. ഇത്തരം സോഫ്റ്റ്വെയർസ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പേര് ഓർത്ത് വയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഹൗ ഡു യു ഇന്റർപ്രറ്റ് ദ സ്ലോ പാരാമീറ്റേഴ്സ് ഓഫ് ദ ഫോളോയിങ് റിഗ്രഷൻ മോഡൽ. അപ്പൊ ഈ റിഗ്രഷൻ മോഡൽ ഇവിടെ കുറച്ച് മുന്നേ നേരത്തെ സെക്ഷൻ 2 സെക്ഷൻ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആദ്യം ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ ഉണ്ട്, അതേപോലെ സെമി ലോഗ് മോഡൽ, ലോഗ് ലീനിയർ മോഡൽസ് ആണ് ഉള്ളത്. അതിന്റെ സ്ലോ പാരാമീറ്റേഴ്സ് ഡിറൈവ് ചെയ്തിട്ട് മനസ്സിലാക്കിയതാണ്, അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ആൻഡ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് എറേഴ്സ് ഇൻ വേരിയബിൾസ്, വാട്ട് ആർ ഇറ്റ്സ് കോൺസിക്വൻസസ്. അത് നേരത്തെ സെക്ഷനിൽ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്, പക്ഷെ 20 മാർക്കിന്റെ അത്രയും പോർഷൻസ് ഇല്ല. ഇനി അടുത്ത യൂണിറ്റിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇവിടെ കവർ ചെയ്യുന്നത് ജസ്റ്റ് ബേസിക് തറവാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലെ ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അത്രേ ഉള്ളൂ. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ദ ഫസ്റ്റ് യൂണിറ്റ്. താങ്ക് യു.